ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളിപ്പോൾ വേറെ പരിപാടികൾ തുടങ്ങിയായിരുന്നു. ചെറിയൊരു കാർ ഡീറ്റെയിലിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഹലോ, അപ്പോൾ ഇക്കഴിഞ്ഞ മെയ് 10th നമ്മുടെ ഈ ചെറിയ സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാർ കെയർ എന്നാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് സെൻറ്ററിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര്. അത്ര വലിയ എസ്റ്റാബ്ലിഷ്ഡ് സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളിലെ ഗറാജിലും അതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ടാണ് വർക്കെല്ലാം തന്നെ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഇൻറ്റീരിയറാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ജസ്റ്റ് ഒരു കാർ വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു 15-16 ഡേയ്സ് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ചൈൽഡ് കെയർ ഇല്ലാത്തതുകൊണ്ട് ഓഫ് ഡേയ്സിൽ സെക്കൻഡ് ജോബ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, അങ്ങനെയാണ് നമ്മൾ ഈ ഡീറ്റെയിലിംഗ് സെൻറ്റർ എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ടോമിന് പണ്ടേ തുടങ്ങി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓട്ടോമോട്ടീവ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി. ഇപ്പോൾ ഫസ്റ്റ് വണ്ടി ഒരു 5 സീറ്റർ കാറാണ്. സിംഗിൾ യൂസ്ഡ് ആണ്. എങ്കിൽ കൂടിയാണെങ്കിലും നമുക്കിപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എത്രത്തോളം മെനക്കേടുണ്ട് ഈ ഡീറ്റെയിലിങ്ങിനെന്ന്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം.
Everybody dance. നമുക്ക് ചോദിക്കാം എന്തായാലും ഈ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന്. ഇത് നമ്മുടെ സൈഡ് ബിസിനസ് ആയതുകൊണ്ട് കിട്ടുന്നതൊക്കെ ലാഭമാണ്. മെയിനായിട്ട് നോക്കിയാൽ വലിയ മെച്ചം കാണത്തില്ല, പക്ഷെ സൈഡായിട്ട് ചെയ്യാൻ ഇത് അടിപൊളിയാണ്. മെക്കേടുണ്ട്, പിന്നെ ഇതിനിടയിലെല്ലാം കയറി കിടന്ന് ചെയ്യണം. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. ആഫ്റ്റർ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മടുത്തു, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് സെൻറ്ററിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.